ഹലോ ഗൈസ്, SK വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇണക്കാൻ പോകുന്നത് നാടൻ രീതിയിലൊരു അവിയലാണ്. ഇത് ഇണക്കുന്നത് അമ്മയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇന്നൊരു അവിയലാണ് ഇണക്കുന്നത്, ഓണമല്ലേ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇരിക്കുന്നത്: ചേമ്പ്, ചേന, കാച്ചിലി, മത്തങ്ങ, ക്യാരറ്റ്, അച്ചിങ്ങ, പിന്നെ പടവളക്ക. ഇതെല്ലാം കൂടെ ചേർത്തൊരു അവിയലാണ് ഇണക്കുന്നത്. ഇതൊക്കെ ചേർത്താണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വേണ്ട സാധനങ്ങളാണിത്: ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, നല്ല ജീരകം, കാന്താരി, കൊച്ചുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, വേപ്പില. ഇതെല്ലാം കല്ലിൽ ഒതുക്കുന്നതാണ്. ഞങ്ങൾ വെറൈറ്റി ആയിട്ട് വേറെ ഉള്ള ആൾ ചെയ്യും പോലെയല്ല ഞങ്ങൾ ചെയ്യുന്നത്. തേങ്ങാപ്പാലിലാണ് ഇത് വേവിക്കുന്നത്. അതിൻ്റെ ശേഷം നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം വറയിലിട്ടിട്ട് അതിൻ്റെ പുറത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പും തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാണ് ഇത് വേവിക്കുന്നത്. പിന്നീടാണ് ഇത് കറയുള്ളത് കൊണ്ട് പിന്നീടാണ് ഈ കത്രിങ്ങായും പച്ചക്കായും കൂടെ പിന്നെയാണ് ചേർക്കുന്നത്. നമ്മളിത് അവിയലിനുള്ള എണ്ണ ഒഴിക്കുകയാണ് ആദ്യം. അതിൻ്റെ ശേഷം കടുകിട്ട്, ഇത് വറക്കുള്ളതാണ്. കൊച്ചുള്ളി, ഉണക്കമുളക്, വേപ്പില. ഇത് വറയിലിട്ടാണ് നമ്മൾ ഇനി കഷ്ണങ്ങളിടും. ഇത് വറയിലേക്ക് ഇടുകയാണ്. ഇത് ഇങ്ങനെ നീളത്തിൽ വേണം അരിയാൻ. ഇതെല്ലാ സാധനവും അവിയലിനുള്ളത് നീളത്തിൽ അരിഞ്ഞിടണം. പയ്യനെ വാടിയിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിക്കാൻ. തേങ്ങാപ്പാലിലാണ് ഇത് വേകുന്നത്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇച്ചിരി ഉപ്പിടണം. അതിൻ്റെ ശേഷമാണ് നമ്മൾ പാലൊഴിക്കുന്നത്. പാലാണ് ഈ ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവുകയാണ്. പാലിൻ്റെ അകത്താണ് ഇത് വേവുന്നത്. ഇതുകൂടെ വെക്കണം. കത്രിക്കായും പച്ചക്കായും കൂടെ അതിൻ്റെ പുറത്ത് വെക്കുന്നു. എന്നിട്ട് നമുക്കിനി ഇല വെച്ച് മൂടി വേണം ഇത് വേവിക്കാൻ. ഈ ഇല വെച്ച് മൂടിയാണ്. ഇനി നമുക്ക് ഈ ചിരണ്ടി വെച്ചിരിക്കുന്ന പീരകളും സാധനങ്ങളും ഒതുക്കാം. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ജീരകം, പച്ചമുളക്, കാന്താരി, കൊച്ചുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, വേപ്പില. ഇത് വെച്ച് ചായച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ പീര വെക്കണം. ഇനി നമുക്ക് പീര വെച്ച് മിക്സിയിലടിച്ചാലേ അരഞ്ഞു പോകും. കല്ലിലാകുമ്പോൾ അതിനൊരു തരിതരിപ്പായിട്ട് നമുക്ക് ഒതുക്കിയെടുക്കാം. ഇതേപോലെ നമ്മൾ ചായച്ചെടുക്കണം. അല്ലെ അരഞ്ഞു പോയാലില്ല, കുഴമ്പ് പോലെ കുഴ പോലെ ആയിപ്പോവും. ഇതൊന്ന് തിളച്ച് വേകട്ടെ കേട്ടോ. എന്നിട്ട് വെള്ളം പറ്റിയതിൻ്റെ ശേഷം നമുക്ക് ചാണകപ്പുളി പിഴിഞ്ഞൊഴിച്ച് പിന്നെ ഈ അരപ്പും ചേർത്ത് നമുക്ക് അവിയലാക്കി എടുക്കാം. വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും
വേപ്പലയും ചേർത്താണ് നമ്മൾ ഇറക്കുന്നത്. ഇതിപ്പോൾ വറയെ കൊടുത്തെങ്കിലും ഇതിലിരുന്ന് വേകട്ടെ. നമ്മളിത് അവിയലിനുള്ള സാധനങ്ങൾ അടപ്പയിലിട്ടിരുന്നില്ലേ, അത് നമുക്കിത് ഇനി അരപ്പ് ചേർക്കാം. ഇത് വെന്തിട്ടുണ്ട് കണക്കിന്. ഇത് കണ്ട വെള്ളമൊക്കെ തേങ്ങാപ്പാലൊക്കെ പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒതുക്കി വെച്ചിരുന്ന അരപ്പ് ചേർക്കണം. ഇച്ചിരി പിന്നെ ചാണകപ്പുളി പിഴിഞ്ഞത് ചേർക്കണം. ലേശം ചാണകപ്പുളി മതി. നമ്മളിത് ഒതുക്കിയതിടിയാണ്. നമ്മൾ സ്പൂണിന് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ കുഴ പോലെ പോവും. ഇതുപോലെ ഒന്ന് തോർത്തിയെടുക്കണം. ഇച്ചിരി ഉപ്പിടേണ്ടി വരും. നമ്മൾ ചെറിയ രീതിയിലാണ് ഉപ്പിട്ടത്. നമുക്ക് ഇച്ചിരി ഉപ്പിടേണ്ടി വരും. നോക്കിയിട്ട് ഇച്ചിരി ഉപ്പ് ചേർക്കണം. ഇനി അതിൻ്റെ കൂടെ വെളിച്ചെണ്ണ, പച്ചവേപ്പല അതും ചേർക്കണം. നമുക്കൊന്ന് ഇച്ചിരി ഉപ്പ് നോക്കാം. ലേശം ഉപ്പ് കൂടെ വേണം. അത് ചേർത്തിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണയും വേപ്പല ഇടാൻ. നമ്മളിത് ആ വേപ്പല ഇച്ചിരി കൂടി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് ഇറക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ച് ഇറക്കുകയാണ്. അവിയലിൻ്റെ മണമൊക്കെ വന്നുണ്ട്. ഓണത്തിനുള്ളൊരു അവിയലായി. നമ്മുടെ കറി അവിയൽ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഇതിലേക്ക് കോരാൻ പോവുകയാണ്. നല്ലതാണ് കേട്ടോ, സൂപ്പർ. ഞങ്ങളുടെ വീഡിയോ അവസാനം വരെയും കാണുന്നതിന് നന്ദി. ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.